ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിൻ്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ അവസാനം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC സൂപ്പർ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിൻ്റെ പരിക്കിനെ തുടർന്നുള്ള അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. KBFC എക്സ്ട്രാ എന്ന ട്വിറ്റർ പേജാണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനലൊന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ചെന്നൈയിൻ FCക്കെതിരായുള്ള മത്സരത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ കാവൽ മാലാകയായ സച്ചിൻ സുരേഷിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്നുകൊണ്ട് താരത്തെ ഗ്രൗണ്ടിൽ നിന്നും സ്കെച്ചറിലായിരുന്നു പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഇവാൻ വുക്കോമാനോവിച്ച് കളി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിൻ ഒരു ഷോൾഡർ ഇഞ്ചുറി ആണെന്നും ഈ MRI സ്കാനിങ് എടുത്തതിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനാവൂ എന്നൊക്കെ. ഇപ്പോൾ ഏതായാലും MRI സ്കാനിങ്ങിന്റെ റിപ്പോർട്ടൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. KBFC എക്സ്ട്രാ എന്ന ട്വിറ്റർ പേജ് പുറത്തേക്ക് ഇട്ട റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ കാവൽ മാലാകയായ സച്ചിൻ സുരേഷിന് ഏകദേശം 41 ദിവസത്തെ വിശ്രമം വേണമെന്നും കൂടാതെ സച്ചിന്റെ കൈക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം താരത്തിന് വിശ്രമം വേണ്ടിവരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഗോൾ കീപ്പർമാരുടെ ഒരേ ഒരു ആയുധം എന്നത് കൈ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശ്രമം സച്ചിന് ആവശ്യമായി വരുമെന്നാണ് KBFC എക്സ്ട്രാ എന്ന ട്വിറ്റർ പേജ് പുറത്തേക്ക് ഇട്ട റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് സച്ചിന് 41 ദിവസത്തെ റെസ്റ്റ് വേണമെന്നാണ്. കൂടാതെ കഴിഞ്ഞ ചെന്നൈയിൻ FCക്കെതിരായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോസ് കളിക്കളത്തിലില്ലായിരുന്നു. താരത്തിന് പരിക്ക് കാരണമായിരുന്നു താരം കളിക്കളത്തിൽ ഇല്ലാതിരുന്നത്. ഏതായാലും KBFC എക്സ്ട്രാ എന്ന ട്വിറ്റർ പേജ് പുറത്തിട്ട റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത ഗോവയ്ക്കെതിരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരത്തിൽ ദിമി അവൈലബിൾ ആയിരിക്കും എന്ന് തന്നെയാണ്. ഏതായാലും ഈ രണ്ട് റിപ്പോർട്ടുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സങ്കടപ്പെടുത്തുന്നതും കൂടാതെ മറ്റൊന്ന് സന്തോഷത്തിലാക്കുന്നതുമാണ്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനലൊന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.